വേദാന്ത പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായ അനുബന്ധ ചതുഷ്ടയം ആണ് ചിന്തിച്ചത്. അനുബന്ധ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. അപ്പോൾ ശരിക്ക് വിചാരം ചെയ്ത് ഞാൻ അധികാരിയാണോ, എന്താണ് ഈ വിഷയം, ഇതും പരമമായ ജന്മലക്ഷ്യവുമായുള്ള സംബന്ധം എന്താണ്, ഇതിൻ്റെ പ്രയോജനം എന്താണ്? പ്രയോജനമുള്ള പരിപാടിയെ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യുന്നത് അധികാരമുള്ളതായിരിക്കണം. ആ വിഷയം നമുക്ക് ആവശ്യമുള്ളതാവണം. നമ്മുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടണം. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. അപ്പം ഇത്തരം ചിന്ത ചെയ്തിട്ടാണ് വിവേകികളായവർ ശാസ്ത്ര പഠനത്തിൽ പ്രവർത്തിക്കുക. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ഒന്നും അല്ലാതായി പോകുന്നത് ഇത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. താൻ അധികാരി അല്ലാത്ത വിഷയത്തിൽ കേമത്തം കാണും. അങ്ങനെ നീറ്റ് അത് ഇതെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആയുസ് നശിപ്പിക്കും. അവസാനം നിരാശനായി കെട്ടിത്തൂങ്ങിച്ചാവും. അച്ഛനമ്മമാരോ മക്കളെ പലതും ആക്കാനുള്ള ത്വരയിലാണ്. അസ്വസ്ഥത. ഇവിടെയാണ് ഓരോരുത്തരുടെ അധികാരം എന്തിലാണ്, ആ പ്രയോജനത്തെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുള്ള കഴിവ് എനിക്കുണ്ടോ, എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഏതായാലും ആ ചിന്തയിൽ അധികാരി എന്ന് പറയുമ്പോൾ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം എന്നിവയുള്ളവരാണെന്ന് പറഞ്ഞു. അതിൽ വിവേകത്തെക്കുറിച്ച് വിശദമായി ചിന്തിച്ചു. രണ്ടാമത് വൈരാഗ്യത്തെ ചിന്തിക്കുന്ന ഭാഗമാണ്. അതിൽ വൈരാഗ്യത്തെ ചിന്തിക്കുന്നിടത്ത് വളരെ വിശദമായി ഇത് പുരുഷനായ ശിഷ്യനോടാണ് ഉപദേശിക്കുന്നത് എന്നതുകൊണ്ട് സ്ത്രീയെ, അതായത് വിപരീത ലിംഗത്തെ, എന്തിലാണോ അദമ്യമായ ആകർഷണം വരുന്നത് അതിനെക്കുറിച്ച് വിചാരം ചെയ്തു. രണ്ടാമതായി ധനത്തെക്കുറിച്ചാണ് വിചാരം ചെയ്യുന്നത്. കാരണം ധനമാണ് മറ്റൊരു വലിയ ആകർഷണ സ്ഥാനം. അപ്പം അവിടെ 69 എന്നാ പറഞ്ഞേ. ധനം ഭയനിബന്ധനം സതത ദുഃഖ സംവർദ്ധനം പ്രചണ്ഡതരകർദ്ദനം സ്ഫുടിതബന്ധ സംവർദ്ധനം സ്ഫുടിതബന്ധു സംവർദ്ധനം വിശിഷ്ടഗുണബാധനം കൃപണധീ സമാരാധനം ന മുക്തിഗതി സാധനം ഭവതി നാപി ഹൃച്ഛോദനം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ശാസ്ത്രം മാത്രം ശ്രദ്ധിച്ചിട്ട് അതാണ് ഭാരതീയ തത്വചിന്ത എന്ന് ആരും മനസ്സിലാക്കരുത്. അനേക ശാസ്ത്രങ്ങളുണ്ട്. അനേക ശാസ്ത്രങ്ങളുടെ ചിന്താസരണികൾ വ്യത്യസ്തങ്ങളാണ്. ഇപ്പം ധർമ്മത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും ധനം സമ്പാദിക്കണം എന്നാണ് നമ്മൾ പറയുക. സമൂഹം ധനമുള്ളതായിരിക്കണം, സമാജം ധനമുള്ളതായിരിക്കണം, സമ്പന്നമായിരിക്കണം. എന്നാൽ അതേ സമയത്ത് ധർമ്മം എന്നതിനുപരി മോക്ഷമെന്ന പുരുഷാർത്ഥത്തിലേക്ക്, വേദാന്ത വിചാരത്തിലേക്ക് കടക്കുമ്പോൾ വൈരാഗ്യം അനിവാര്യ സമ്പത്താണ്. അവിടെ ധനം വേണ്ടെന്നല്ല, അവിടെ ധനം മാറി. ഇപ്പോൾ ധനം എന്നുള്ളത് ഇപ്പോൾ വൈരാഗ്യമാണ്. ആ വൈരാഗ്യത്തെ ജനിപ്പിക്കാനായിക്കൊണ്ടാണ് പറയുന്നത് ധനം ഭയനിബന്ധനം. ധനം ഭയത്തിൽ നമ്മളെ ബന്ധിക്കുന്നതാണ്. ഭയം, പലരിൽ നിന്ന് ഭയം. രാജാവിൽ നിന്ന് ഭയം, കള്ളനിൽ നിന്ന് ഭയം, പിരിവുകാരിൽ നിന്ന് ഭയം, ബന്ധുക്കളിൽ നിന്ന് ഭയം,
അല്ലേ? ഒക്കെ ഭയമാണ് ധനം എന്ന് പറഞ്ഞാൽ. സന്യാസിമാരിൽ നിന്ന് ഭയം, ബ്രഹ്മചാരിമാരിൽ നിന്ന് ഭയം, ഒക്കെ ഭയമാണ് ധനം. അതാണ് ധനം ഭയനിബന്ധനം. സതത ദുഃഖ സംവർദ്ധനം, നിരന്തരം ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പം ധനം നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് സുഖത്തിനാ, പക്ഷേ ഫലമോ ദുഃഖം തന്നെ. ശ്രദ്ധിക്കണേ, ഈ പറയുന്ന ഇതേ ആള് ധർമ്മശാസ്ത്രം പറയുമ്പോൾ ഇതല്ല പറയുക കേട്ടോ, അവിടെ തിരിച്ചാ പറയുക. ഇത് വേദാന്തം പറയുമ്പോഴാണ്. ഓരോ ശാസ്ത്രത്തിലും അധികാരി ഭിന്നമാണ്, അത് ശ്രദ്ധിക്കുക. പ്രചണ്ഡതര കർദ്ദനം, പ്രചണ്ഡമായ ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ്, ക്ലേശിപ്പിക്കുന്നതാണ്, ക്ലേശകരമാണ് കർദ്ദനം. സ്ഫുടിത ബന്ധു സംവർദ്ധനം, ബന്ധുസംവർദ്ധനത്തെ ഭേദിക്കുന്നു. ഒരാൾ നമ്മളെ അടുത്ത് പണം ഉണ്ട് വെച്ചാൽ ഒരാൾ വന്ന് ചോദിച്ചു, ഉടനെ നമ്മൾ പണം കൊടുത്തു. രണ്ടാമതും വന്ന് ചോദിച്ചു, അപ്പോഴും കൊടുത്തു. മൂന്നാമത് ചോദിച്ചു, കൊടുത്തില്ല എന്ന് വെച്ചോളൂ. 2 പ്രാവശ്യം കൊടുത്തു എന്നുള്ളത് ആരെങ്കിലും പറയുമോ? അവനോട് ചോദിച്ചിട്ട് അവൻ എനിക്ക് 10 ഉറുപ്പ്യ തന്നില്ല, അവൻ്റെ അടുത്ത് എത്ര ഉറുപ്പ്യുണ്ട് എന്നാ പറയുക. അതെ, അങ്ങനെ ബന്ധുസംവർദ്ധനത്തെ സ്ഫോടനം ചെയ്യുന്നതാണ്, ഭേദിക്കുന്നതാണ് ധനം. വിശിഷ്ട ഗുണബാധനം, വിശിഷ്ടമായ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കുന്നു. ഇത് ചില്ലാനം കുറേ കയ്യിലുണ്ടാകുമ്പോൾ എന്തായാലും കുറേ പേര് ചുറ്റിപ്പറ്റി നിൽക്കാനുണ്ടാവും, പല നല്ലതും പറഞ്ഞു തരാനുണ്ടാവും. അങ്ങനെ അവരുടെ പുകഴ്ത്തലിലൊക്കെ നമ്മൾ പെടും. അങ്ങനെ പല ദോഷങ്ങളും ചെയ്യാൻ ഇടയാവും. അപ്പം നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടോ അതൊക്കെ നശിച്ചു പോവും. എന്തൊക്കെ അരുതാത്തതുണ്ടോ ആ പ്രവൃത്തികളിലൊക്കെ പണം കൊണ്ട് ചെന്ന് ചാടാമെന്ന് നമ്മൾ വിചാരിക്കും. കൃപണധീ സമാരാധനം, കൃപണബുദ്ധികളുടെ സമാരാധനം നേടിത്തരും, അഥവാ കൃപണബുദ്ധികളെ സമാരാധിക്കും. നിസ്സാരന്മാർ നമ്മളെ പൂജിച്ച് നടക്കും. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും ഞാൻ വലിയ കേമനാണ്. മറ്റൊന്ന്, നിസ്സാരന്മാരെ നമ്മൾ കയറി പൂജിക്കാൻ തുടങ്ങും. ഇതിനേക്കാൾ ധനമുള്ള ആൾക്കാരെ. ന മുക്തിഗതി സാധനം, ഒരു തരത്തിലും മുക്തിഗതിക്ക് സാധനമല്ല. നാഭിഹൃച്ഛോദനം, ഒട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതുമല്ല എന്ന് ധനത്തിൻ്റെ ബഹുവിധ ദോഷങ്ങളെ വൈരാഗ്യജനനത്തിന് വേണ്ടി പറയുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെയാ ഭയം പറയാണ്? രാജ്ഞോ ഭയം ചോരഭയം പ്രമാദാത് ഭയം തഥാജ്ഞാതിഭയം ച വസ്തുത ധനം ഭയഗ്രസ്തമനർത്ഥമൂലം യതസ്സതാം നൈവ സുഖായ കൽപ്പതേ. രാജ്ഞോ ഭയം, രാജാവിൽ നിന്ന് ഭയം. എന്താണ്? എല്ലാ ടാക്സും അല്ലേ, ഇൻകം ടാക്സ് കൂട്ടും എന്നുള്ള ചിന്ത. ഇനി വെട്ടിക്കുകയാണെങ്കിൽ ED-ക്കാർ പിടിക്കുമോ എന്നുള്ള ഭയം, വിജിലൻസ് വരുമോ എന്നുള്ള ഭയം, ഒക്കെ പ്രശ്നമാണ്. രാജാവിൽ നിന്ന് ഭയം. ഇപ്പോൾ ഇൻകം ടാക്സ്, വിജിലൻസ്, ED എല്ലാം. ചോരഭയം, കള്ളന ഭയം, സർവത്ര ഭയമാണ്, ഒരു രക്ഷയില്ല. കള്ളൻ്റെ രൂപം മാറി മാറിയിട്ടാപ്പോൾ. പണ്ടൊക്കെ കള്ളൻ എന്ന് പറഞ്ഞാൽ കുത്തി തുറന്ന് പെട്ടി പൊട്ടിച്ച് കൊണ്ടുപോകുന്നവനാ കള്ളൻ. ഇന്നതൊന്നുമല്ല. ഇന്ന് കള്ളൻ പാസ്വേഡ് മുഴുവൻ കൊണ്ടുപോകും. പാസ്വേഡ് കള്ളൻ, യൂസർ നെയിം, ഇതൊന്നുമില്ലാണ്ട് ആധാർ കാർഡ്.
എന്തൊക്കെ ജാതി കള്ളത്തരങ്ങളാപ്പോൾ കൂടിയത് ഭഗവാനെ, ഒന്നും പറയാൻ വയ്യ. അതിൽ സങ്കടകരമായ ചില ഇതിലൊക്കെ പെടുന്നുണ്ട്. നമ്മൾ തന്നെ ഇവിടെ തന്നെയുള്ള സ്വാമി, അദ്ദേഹത്തിന് 3 ഡയാലിസിസ് ആഴ്ചയിൽ, 3 ഡയാലിസിസാണ്. പല സജ്ജനങ്ങൾ ചികിത്സാർത്ഥം കൊടുക്കണ പൈസയാണ്. ഒരു ദിവസം രാവിലെ 0 ബാലൻസാണ്. 2,45,600 റുപ്യ 0 ബാലൻസ്. എന്താ ചെയ്യാം? ആർക്കും പാസ്വേഡ് ഷെയർ ചെയ്തിട്ടില്ല, ആർക്കും യൂസർ നെയിം ഷെയർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ പോയി? ബാങ്കും കൈമലർത്തണു, കേസ് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. 0 ആയി. ഇപ്പോൾ കള്ളന്മാർ ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത്, ഒന്നും പറയാൻ വയ്യ. ചിന്തിക്കുക. അപ്പോൾ ചോരഭയം, പ്രമാദാത് പ്രമാദത്തിൽ നിന്ന് ഭയം. അയ്യോ, ഞാനാറ്റ ശ്രദ്ധ ഇല്ലാണ്ട് ചിലവഴിച്ച് പോവോ, അവിടെ ഇവിടെയും വെച്ച് പോവോ പേഴ്സ്, അല്ലെങ്കിൽ കാർഡൊക്കെ അവിടെ ഇവിടെയും വെച്ച് പോവോ, അല്ല ആരോടെങ്കിലും എൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു പോവോ എന്നുള്ളൊരു ഭയം, പ്രമാദാത് ഭയം. ജ്ഞാതിഭയം, ബന്ധുക്കളെ ഭയം. ബന്ധുക്കൾ ഇങ്ങനെ വീട്ടിൽ വരും, പ്രത്യേകിച്ച് പൈസയൊക്കെ ഉള്ളവരാകുമ്പോൾ ബന്ധുക്കൾ എപ്പോഴും കൂടുതലുണ്ടാവും. കയ്യിൽ ചില്ലാല ഇല്ലാണ്ടായി നോക്കട്ടെ, ഒരു ബന്ധു ഉണ്ടാവില്ല. ഏത് ബന്ധു ഉണ്ടാവുക? എപ്പോഴും പൈസക്കാരുടെ കെയർ ഓഫും ബന്ധവും പറയാൻ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അത് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അത്. അപ്പോൾ ബന്ധുക്കൾ ധാരാളം വീട്ടിൽ വരും. അപ്പോൾ വരുന്ന ബന്ധുക്കളെ ഭയം, അവൻ കൊണ്ടുപോകുമോ, അടിച്ചു കൊണ്ടുപോകുമോ, ചോദിക്കുകയോ, ചോദിച്ചാൽ എങ്ങനെയാണ് ഇല്ല പറയുക, എങ്ങനെയാണ് കൊടുക്കുക, ആകെ കൂടി പ്രശ്നം. ബന്ധുഭയം. സ്വന്തം മക്കളെ പോലും പേടി, ബാക്കി പിന്നെ പറയണം. പുത്രാദപി ധനഭാജാം ഭീതി, അല്ലേ? ചിന്തിക്കുക. വസ്തുതഃ ധനം ഭയഗ്രസ്തം. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ധനം ഭയഗ്രസ്തമാണെന്നാണ് പറയുന്നത്. അനർത്ഥമൂലം, സകല അനർത്ഥത്തിനും മൂലമാണ്. അതുകൊണ്ട് സതാം നൈവ സുഖായ കൽപ്പതേ, സജ്ജനങ്ങൾക്ക് സുഖത്തിനായി തീരുന്നില്ല, അവരിതിൻ്റെ പിന്നാലെ പോണില്ല. ശ്രദ്ധിക്കണം, ഇതൊക്കെ വിരക്തി ജനിപ്പിക്കാനാണ്. സ്വാമി അവിടെ നേരെ തിരിച്ചു പറയണ ഞാൻ കേട്ടല്ലോ. സ്വാമി എന്തൊരു കള്ളനാണ്, അവിടെ പണം സമ്പാദിക്കണം എന്ന് പ്രസംഗിക്കണം ഞാൻ കേട്ടല്ലോ. അത് ധർമ്മം, ഇത് വേദാന്തം. ഓരോ ക്ലാസ്സിൽ, ഒരു ക്ലാസ്സിൽ എടുക്കണമല്ല മറ്റേ ക്ലാസ്സിൽ എടുക്കുക. നമ്മൾ വേണ്ടത് നമ്മൾ എടുത്താൽ മതി. ചിന്തിക്കുക. ആർജനേ രക്ഷണേ ദാനേ വ്യയേവാപി ച വസ്തുതഃ ദുഃഖമേവ സദാ നൃണാം ന ധനം സുഖസാധനം. നമ്മളൊക്കെ ധനം ആർജിക്കുന്നത്, അല്ലെങ്കിൽ ധനത്തെക്കുറിച്ച് നമ്മൾ കരുതുന്നത് ധനം കൊണ്ട് സുഖം ഉണ്ടാവുന്ന, സുഖം ഉണ്ടാവാനാണ് ധനം സമ്പാദിക്കുന്നത്, അതിൽ സംശയമല്ല. അപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, ധനം നേടാൻ സുഖമാണോ ദുഃഖമാണോ? നേടാൻ ദുഃഖമാണ്. ആർജനേ ദുഃഖം, നേടാൻ ദുഃഖം. എല്ലാവരും പറയാറുണ്ട്, ഞാൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് നിനക്കറിയോ, ഇത്ര ദുഃഖിച്ചുണ്ടാക്കിയതെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആർജനേ ദുഃഖം, രക്ഷണേ ദുഃഖം. അത് രക്ഷിക്കുന്നതിൽ ദുഃഖം, സൂക്ഷിക്കുന്നതിൽ. ഒരു പരിധിയിലധികം വെറുതെ വീട്ടിൽ വെച്ചാൽ പിടിക്കേണ്ടവർ പിടിച്ചു കൊണ്ടുപോകും. ഒരു കക്ഷി മരിച്ചപ്പോൾ പഴയ കാലത്തെ എഴുത്തുപെട്ടി ഉണ്ടല്ലോ, അറിയില്ലേ? കാലുകൊണ്ട് കാലില്ലാത്തതുകൊണ്ട് 2 തരം എഴുത്തുപെട്ടികളുണ്ട് പഴയത്. ഒന്ന് 4 കാലുള്ള എഴുത്തുപെട്ടിയുണ്ട്, കാലില്ലാത്ത എഴുത്തുപെട്ടിയുണ്ട്. നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള പിച്ചള കൊണ്ടുള്ള കട്ടൊക്കെ ആയിട്ടാണ് എഴുത്തുപെട്ടി ഉണ്ടാവുക. അപ്പോൾ ഇയാളുടെ എഴുത്തുപെട്ടി ഇയാൾ മരിച്ച ശേഷം മക്കൾ തുറന്നപ്പോൾ നിറച്ചും നോട്ടാണ്, നിറച്ചും നോട്ട്. ആ കാലത്തെ 20 രൂപയുടെ നോട്ടാണ്. ഒരു പ്രത്യേകം പച്ചയും മഞ്ഞയും കലർന്നൊരു പഴയ നോട്ട്. ഒരു നോട്ട് പോലും അതിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ
അശോകസ്തംഭമോ ഒന്നുമില്ല, ഒക്കെ തുളഞ്ഞു പോയിട്ടുണ്ട്. മുഴുവൻ ദ്വാരമാണ്. ഇവരത് കൂട്ടിയിട്ടു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബാങ്കിൽ കൊടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് തിരിച്ചാക്കാം. നമ്പർ പൂർണ്ണമായി കാണണം അല്ലേ? ആ, ഇത് മുഴുവൻ ദ്വാരങ്ങളാ, മുഴുവൻ ദ്വാരം. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ രക്ഷിക്കാൻ ദുഃഖം. കോപ്പറേറ്റീവ് ബാങ്കിലിട്ട നേതാക്കന്മാർ കൊണ്ടുപോകുമെന്നുള്ള ദുഃഖം ഒക്കെ പ്രശ്നമാണ്. കോപ്പറേറ്റീവ് അല്ലാത്തടുത്ത് ഇട്ടാലോ പലിശ കുറയല്ലോ എന്നുള്ള ദുഃഖം വലിയ പ്രശ്നമാണ്. പിന്നെ ദാനേ ദുഃഖം. ദാനം കൊടുക്കുമ്പോൾ ദുഃഖം. ഈ പഹയൻ രാവിലെ തന്നെ വന്ന് ചോദിച്ചല്ലോ, എന്ത് ചെയ്യും? കൊടുക്കണ്ടേ, എന്തെങ്കിലും കൊടുക്കണ്ടേ ചോദിച്ചാൽ? ചിദാനന്ദപുരസ്വാമി അല്ലേ ചോദിക്കണത്. അപ്പം എന്തെങ്കിലും കൊടുക്കാതിരിക്കുക എങ്ങനെയാ? ഉപദ്രവം. ഇയാൾക്കൊരു നാണം വേണ്ട, എങ്ങനെ ചോദിക്കാതിരിക്കണ്ടേ ഒന്നുമില്ലെങ്കിൽ? ദാനേ ദുഃഖം. വ്യയേ ദുഃഖം. ചെലവാവണേൽ ദുഃഖം. അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ സാധനം വാങ്ങുമ്പം പോലും കണക്കൂട്ടുക, അയ്യോ ഇത്ര കുറയില്ലേ, ഇത്ര കുറയില്ലേ. വ്യയേ ദുഃഖം. ഇതൊന്നും ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്, പൊതുജനങ്ങളെക്കുറിച്ചുള്ള ഒരു വർണ്ണനമാണ്. വ്യയേ ദുഃഖം. അപ്പം അങ്ങനെ വരുമ്പോൾ സദാ നൃണാം ദുഃഖം. മനുഷ്യന്മാർക്ക് ദുഃഖമാണ് ധനം മുഴുവൻ. ഈ പറഞ്ഞൊക്കെ ദുഃഖങ്ങളാണ്. ന സുഖസാധനം ധനം. അതുകൊണ്ട് സുഖസാധനമല്ല. പിന്നെ എന്തിനാ ധനം ആഗ്രഹിക്കുന്നത്? സുഖത്തിന്. ഫലമോ ദുഃഖം. ഇതാണ് പറയണത്. സതാമപി പദാർത്ഥസ്യ ലാഭാല്ലോഭ പ്രവർദ്ധതേ വിവേകോ ലുപ്യത്തെ ലോഭാത് തസ്മിൻ ലുപ്തേ വിനശ്യതേ. സതാമപി പദാർത്ഥസ്യ ലാഭാത്. സജ്ജനങ്ങൾക്ക് പോലും, സജ്ജനമാണ്, സജ്ജനങ്ങൾക്ക് പോലും പദാർത്ഥസ്യ ലാഭാത്, ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ ലഭിച്ചാൽ ലഭിക്കുന്നത് കൊണ്ട് ലോഭ പ്രവർത്തതേ, ലോഭം വരും. ലാഭമില്ലാത്ത വസ്തുവിന് ലോഭം വരില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. ഒരു പദാർത്ഥം ലഭിക്കാത്ത വസ്തുവിനെ കുറിച്ച് ആർക്കും ലോഭമില്ല. എന്നാൽ ഒന്ന് കിട്ടി നോക്കുമ്പോഴോ അത് കൈവിടാൻ, അത് വേറൊരാൾക്ക് കൊടുക്കാൻ. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞ? അതെ. അത് ആ പദാർത്ഥത്തോട് നമുക്ക് എത്ര അറ്റാച്ച്മെന്റ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതെ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എത്ര പണം കിട്ടിയാലും അതിനോട് യാതൊരു സംഘവും എന്നെ സംബന്ധിച്ചില്ല. 10 കിട്ടിയാൽ 10 അതേപടി കൊടുക്കും, 100 കിട്ടിയാൽ 100 അതേപടി കൊടുക്കും, 1000 കിട്ടിയാൽ 1000 അതേപടി കൊടുക്കും, 10,000 കിട്ടിയാൽ 10,000 അതേപടി കൊടുക്കും. മരുന്ന് വാങ്ങാൻ, കല്യാണത്തിന്, അതിന് ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, തുറന്നു പറയുക. അടുപ്പുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആശ്രമത്തിലേക്ക് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരരുത്, എനിക്ക് തന്നാലത് അതേപടി പോകും. പക്ഷേ സംഗതി തുറന്നു കളിയാക്കരുതേ. ഞാൻ കൊടുക്കാത്തൊരു വസ്തു ഉണ്ടായിരുന്നു, ഫൗണ്ടൻ പെന്ന്. ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല എന്നല്ല, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വരെ കാണിച്ചു കൊടുക്കില്ല. ഇത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇഷ്ടം വേറെ ഒന്നിനോടും ഇല്ല. എന്നിട്ട് കൂട്ടി വെച്ച് 100 കണക്കിനുണ്ടായിരുന്നു. അതൊരു സുഖം. പിന്നെ ഒരു ദിവസം ഞാൻ ആലോചിച്ചു, അത് ശരിയില്ലല്ലോ, കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അതെ, വാങ്ങി ഫൗണ്ടൻ പെന്ന് വിതരണം തുടങ്ങി. ഈ കൂടെ തന്നെ പലർക്കും തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൊടുത്താലും ശരി, നല്ലൊന്ന് കിട്ടിയാൽ ഒരു ഇഷ്ടം തന്നെയാണ്. അതെ, ചിലത് കാര്യം കാണാണ്ട് ഇപ്പോഴും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടാത്ത ഫൗണ്ടൻ പെന്ന് ഒളിപ്പിച്ച് വെക്കുക.
ഇല്ലല്ലോ. കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒളിപ്പിച്ച് വെക്കുവോ? ഇല്ല. ഒളിപ്പിച്ച് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? പിന്നെന്തിനാണ്? അതുകൊണ്ട് ഇപ്പൊ ഒക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു. അതിനനുസരിച്ച് കിട്ടാൻ തുടങ്ങി, അതിനനുസരിച്ച് കൊടുക്കാനും തുടങ്ങി. സത്യം തുറന്നു പറയും, തമാശ പറയല്ല. ഇങ്ങനെ ചിലർക്ക് ഓരോ വസ്തുക്കൾക്ക് ഓരോ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അതാണ് പദാർത്ഥം വന്നു കഴിഞ്ഞാൽ, കൈവശമായി കഴിഞ്ഞാൽ പിന്നെ പങ്കുവയ്ക്കാനൊരു മടി. നമ്മളൊരു കൊച്ചുകുട്ടിക്കൊരു സാധനം കൊടുത്താൽ കൊടുത്ത ആൾക്ക് തന്നെ തിരിച്ചു തരാൻ ആ കുട്ടിക്ക് മടി ഉണ്ടാവും. ആ കുട്ടിയുടെ ആണെന്നുള്ള ഒരു താതാത്മ്യം വന്നു കഴിഞ്ഞാൽ. ഇതാണ് പദാർത്ഥസ്യ ലാഭാത് ലോഭപ്രവർത്തത. വിവേകോ ലുപ്യത. പിന്നെ വിവേകം നഷ്ടപ്പെട്ടു പോകും. വിവേകം എന്തിനകത്തെന്നുള്ള ചിന്തയൊന്നും പിന്നെ ഉണ്ടാവില്ല. തസ്മിൻ ലുപ്തേ വിനശ്യതി. വിവേകം പോയാൽ പിന്നെ മനുഷ്യൻ പോയില്ലേ. മനുഷ്യനാകെ കൂടിയുള്ള സമ്പത്ത് വിവേകമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് മനുഷ്യൻ? ഇതാണ് ദഹത്യ ലാഭേ നിസ്വത്വം ലാഭേ ലോഭോ ദഹത്യമം തസ്മാ സമ്പാതകം വിത്തം കസ്യ സൗഖ്യം പ്രയച്ഛതേ. പറയാണ്, അലാഭേ നിസ്വത്വം ദഹതി. അലാഭം, പണം കിട്ടാത്തപ്പോൾ നിസ്വത്വം, ഇല്ലായ്മ നമ്മളെ ദഹിപ്പിക്കുന്നു. ദാരിദ്ര്യം ദഹിപ്പിക്കുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, വെള്ളം കുടിക്കാൻ വകുപ്പില്ല, ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ വകുപ്പില്ല. വലിയ സങ്കടമാണ്. അലാഭേ നിസ്വത്വം ദഹതി. അലാഭത്തിൽ നിസ്വത്വം ഇല്ലായ്മ നമ്മെ ദഹിപ്പിക്കുന്നു. ലാഭേ ലോഭോ ദഹത്യമോ. ലാഭത്തിലോ ലോഭം ദഹിപ്പിക്കുന്നു. രണ്ടായാലും ദഹനം ഉറപ്പാ. അപ്പോൾ അലാഭത്തിൽ നിസ്വത്വം ദഹിപ്പിക്കും, ലാഭത്തിൽ ലോഭം ദഹിപ്പിക്കും. തസ്മാത്, അതുകൊണ്ട് സന്താപകം വിത്തം, പൊള്ളിക്കുന്നതാണ് ധനം. കസ്യ സൗഖ്യം പ്രയച്ഛതി. ഇതാർക്കാണ് സുഖത്തെ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വ്യവഹാരത്തിന് വേണം. വ്യവഹാരത്തിന് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. വ്യവഹാരത്തിന് പണം നിർബന്ധമാണ്. പക്ഷെ അതിൽ കവിഞ്ഞ് ഒരു പ്രയോജനവും ഇല്ല. അതാണ് ഭോഗേന മത്തതാ ജന്തോഃ ദാനേന പുനരുദ്ഭവഃ വൃഥൈവോ ഭയധാ ചിദ്വിത്തം നാസ്ത്യേവ ഗതിരന്യഥാ. അപ്പം ധനം രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. വെറുതെ കെട്ടിവെച്ചാൽ ധനാവില്ല, വെറുതെ കെട്ടിവെച്ചാൽ കടലാസോ മറ്റോ ആവുള്ളൂ. അപ്പം ധനം ഭോഗം ചെയ്യുക, അതാണ് ഒരു വഴി. ധനം കൊണ്ട് സുഖഭോഗങ്ങൾ നേടുക. അങ്ങനെ ഭോഗങ്ങൾ നേടിയാലോ മത്തതാ, മതം വരുന്നു ജനങ്ങൾക്ക്. ഞാൻ ആരാ കേമൻ, ഞാൻ അത്ര ഉണ്ട്, ഞാൻ ഇത്ര ഉണ്ട്, എനിക്ക് ഇന്ന ഭോഗമുണ്ട്, അത്ര നിനക്കുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള മത്തത വരും. ഇതാണ് ഭോഗം കൊണ്ടുള്ള ഫലം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? വേറൊന്ന്, ദാനം ചെയ്യാം. ദാനം ചെയ്താലുള്ള കുഴപ്പം എന്താ? പുനരുദ്ഭവ കൂടും. ദാനം ചെയ്താൽ ധനം കൂടും. അതും പ്രശ്നം തന്നെയാണ്. 10 - 2 = 20. അതിൽ സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. കൂടണം എന്ന് ആഗ്രഹിച്ചിട്ട് ദാനം ചെയ്താൽ കൂടൂലേ? അത് പ്രത്യേകം പറയുകയാണ്. കൂടണം എന്ന് ആഗ്രഹിച്ച് ദാനം ചെയ്താൽ കൂടില്ല. ആ ആഗ്രഹമില്ലാതെ പാവം കഷ്ടപ്പെടുന്ന ആളല്ലേ, ഞാൻ ദാനം ചെയ്യണം എന്ന നിലയ്ക്ക് ദാനം ചെയ്ത് നോക്കൂ. 10 - 2 പോയാൽ 20 ആവും. 8 ആവുകയല്ല ചെയ്യുക. 10 - 2 = 8 അല്ല. 10 - 2 = 20 ആണ്. അപ്പോൾ ദാനം കൊണ്ട് വർദ്ധിക്കും. അതാണ് ദാനേന പുനരുദ്ഭവ. മനു പറയുന്നത് ദാനേന ധനവൃദ്ധി സ്യാതെന്നാണ്. ദാനം കൊണ്ട് ധനവൃദ്ധി ഉണ്ടാവും, ധനം വർദ്ധിക്കും. അപ്പം രണ്ടായാലും മോശം തന്നെയാണ് അവിടെ പറയണത്. വൃഥൈവ ഉഭയഥ, രണ്ടും കുഴപ്പമാണ്. ഭോഗവും കുഴപ്പമാണ്,
ദാനവും കുഴപ്പമാണ്. രണ്ടും കുഴപ്പമാണ്. നാസ്തിയേവ ഗതി, വേറൊരു വഴിയോട്ടില്ലേന്. ഇത് രണ്ടല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? വെറുതെ പൂട്ടി വെച്ചാൽ ധനമല്ല. വെറുതെ പൂട്ടി വെച്ചാൽ കടലാസ്, ലോഹം എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ധനം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ധനം കൊണ്ട് രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭോഗം ചെയ്യുക. ഭോഗം കൊണ്ട് മത്തതാ, ദാനം കൊണ്ട് വർധനവ്. വർധനവിന് വീണ്ടും ഭോഗം, ദാനം, വീണ്ടും വർധനവിന് ഭോഗം, ദാനം. എന്നാലും ശ്രദ്ധിക്കുക, ദാനം ചെയ്യുക, അതേ വഴിയുള്ളൂ. എൻ്റെ കൃതാർത്ഥത. ലൗകികമായി നേരത്തെ പറഞ്ഞു, അത് പാരമാർത്ഥികമായ സത്യത്തെ നിരൂപണം ചെയ്യുമ്പോൾ വ്യാവഹാരിക തലത്തെ നമ്മൾ നിഷേധിക്കരുതെന്ന് നേരത്തെ പറഞ്ഞു. ആ വ്യാവഹാരികതയിൽ ദാനത്തിൻ്റെ മുഖ്യത്വം പറഞ്ഞേ മതിയാവൂ. കാരണം പങ്കുവെക്കലിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. പങ്കുവെക്കല്ല, പങ്കുവെക്കുന്നത് നമുക്ക് തന്നെ കൃതാർത്ഥതയാണ്. പങ്കുവെക്കുന്നത് ലോകത്തെ നിലനിൽപ്പിന് ആധാരമാണ്. പങ്കുവെക്കലിലാണ് ലോകം നിലനിൽക്കുന്നത്, അല്ലേ? എന്താ അഭിപ്രായം? ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടാണ് ആറ്റങ്ങൾ. ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞാലോ, അപ്പോൾ മോളിക്യൂൾ പോലും ഉണ്ടാവില്ല. ചിന്തിക്കുക. കാറ്റെങ്ങനെയാണ് ഉണ്ടാവുന്നത്? പങ്കുവെക്കലാണ്. നദി എങ്ങനെയാണ് ഒഴുകുന്നത്? പങ്കുവെക്കലാണ്. കിണറിലെങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത്? പങ്കുവെക്കലാണ്. എല്ലാം എല്ലാം പങ്കുവെക്കലാണ്. ഇത് മനസ്സിലാക്കി ന്യായമായി സമ്പാദിച്ചത് പങ്കുവെച്ചാൽ നല്ലത്. അത്രയേ ഉള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, ഇവിടെ എന്തായാലും പറയണത് പങ്കുവെച്ചിട്ടും ഗുണമില്ല എന്നാണ്. കാരണം പങ്കുവെച്ചാൽ ധനം കൂടുതലാവും, അപ്പോൾ പൊല്ലാപ്പ് കൂടും എന്നാണ് പറയണത്. അത് വൈരാഗ്യം ജനിപ്പിക്കാനാന്ന് മനസ്സിലാക്കുക. ധനേന മദവൃദ്ധി സ്യാത് മദേന സ്മൃതിനാശനം സ്മൃതിനാശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യത്തെ. പറയാണ്, ഭോഗേന ധനേന മദവൃദ്ധി. ധനം കൊണ്ട് മതം വർദ്ധിക്കും. ശരിക്കും അങ്ങേയറ്റത്തെ ധനസമ്പത്തി ഉണ്ടായിട്ടും ഒരു മതവുമില്ലാത്തവർ മഹാന്മാർ. അവരീ പറഞ്ഞതിനപ്പുറത്താ. അങ്ങനെ എത്രയോ പേരുണ്ട് ലോകത്തിൽ, അല്ലേ? വലിയ ധനികന്മാരായിരിക്കും, പക്ഷെ ഒരു മതവും ഇല്ല, അഹങ്കാരവും ഇല്ല, ഒന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയുള്ളവരുണ്ട്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മതം പ്രദർശിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. ഞാൻ വലിയ അഹങ്കാരിയാണ് എന്ന് പ്രദർശിപ്പിക്കുന്നവരുണ്ട്. എന്തിനാ? മറ്റുള്ളവരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പെരുമാറിയിരുന്ന ഒരാളെ ഓർമ്മിക്കുകയാണ്. ഇതൊക്കെ വലിയ പേരാണ്, പ്രസിദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പെരുമാറിയിരുന്ന ഒരാൾ. അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഞാൻ പല ജാതി അഭിനയിച്ചു, ഏതായാലും ഇപ്പോൾ സന്തോഷമായി, എന്ന് വേണമെങ്കിൽ മരിക്കാം. കാരണം ഒരു തരി ഭൂമിയില്ലാത്ത 450 കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് കൊടുത്തത്. 450. കാരണം ഗവൺമെൻറ്റിൻ്റെ ഏത് സ്കീം അനുസരിച്ചാണെങ്കിലും 3 സെൻറ്റ് സ്ഥലമുള്ളവർക്കാണ് വീട്. ഇതല്ല, ഇത് സ്ഥലം ഇദ്ദേഹം തന്നെ മേടിച്ച് വീട് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഒരു പൈസ ഇല്ലാതെ ഈ നാട്ടിൽ വന്ന ആളാണ്. ഒരു ജോലി അന്വേഷിച്ച് ഈ നാട്ടിൽ വന്നു. ഒരു ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചറായി. അങ്ങനെ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ആരംഭിച്ചു. കിട്ടുന്ന ദക്ഷിണകളൊക്കെ സ്വരൂപിച്ചു.
ആ സ്കൂള് വിൽക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങുന്നതിലേക്ക് ചെറിയൊരു പങ്ക് കൊടുത്തു. ബാക്കി എത്രയോ വർഷത്തെ അവധി മേടിച്ചു. അങ്ങനെ സ്കൂൾ സ്വന്തമാക്കി. സ്കൂള് അപ്പർ പ്രൈമറിയായി, ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറിയായി, കോളേജായി, കോളേജ് ഓഫ് ഫാർമസിയായി, കോളേജ് ഓഫ് എഡ്യൂക്കേഷനായി, സ്പോർട്സ് കോളേജായി. അതിബൃഹത്തായ വലിയ വിദ്യാഭ്യാസ സാമ്രാജ്യമായി. ധാരാളം ധനമായി. പൈസ ഉള്ളവരോട് ചില്ലാനം വാങ്ങാൻ തുടങ്ങി, പൈസ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി. ഒക്കെ ബാലൻസ് ചെയ്ത് പോയി. അവസാനം ആകുമ്പോഴത്തേക്ക് 400 ചില്ലാൻ വീടുകളാണ്. വീട് വെച്ചു കൊടുക്കൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒരുവിധ സന്യാസാശ്രമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡൊണേഷനുണ്ട്. വിശക്കുന്ന ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ എത്രയോ മഹത്വം ഉള്ളവരുണ്ട്. എത്ര തലമുറകൾ കഴിഞ്ഞാലും, കുറേ തലമുറകൾ കഴിഞ്ഞാലും പ്രേം നസീർ ഓർമ്മിക്കപ്പെടും. ചിലപ്പോൾ നടന്നുള്ള പേരിൽ അദ്ദേഹത്തിനെ ആര് മറന്നാലും അദ്ദേഹം പഠിപ്പിച്ച നൂറുകണക്കിന് ഡോക്ടർമാർ, എൻജിനീയർമാർ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, ഒരു പൈസ ഇല്ലാത്ത എന്നെ മെഡിസിന് പഠിപ്പിച്ചത് നസീറാണ്, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പഠിപ്പിച്ചത് നസീറാണെന്ന്. ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഒരുപാട് പേരെ പഠിപ്പിച്ചത് ആരും അറിയാതെ. അദ്ദേഹത്തിന് തന്നെ അറിയില്ല എത്ര പേരെ പഠിപ്പിക്കുന്നു. അങ്ങനെ എന്തെല്ലാം. ശരി, അപ്പം ചെയ്യണം. ഇവിടെ പറയുന്നത് ധനവൃദ്ധ്യത്വം. അപ്പം മതം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. മതേന സ്മൃതി നാശനം. മതം വന്നാലോ സ്മൃതി നശിച്ചു പോവും. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ സദ്ബോധമൊക്കെ തിരിഞ്ഞു പോവും. അതാണ് സ്മൃതിനാശനം. സ്മൃതിനാശാത് ബുദ്ധിനാശ. സ്മൃതി നശിച്ചാലോ ബുദ്ധി നശിക്കും, വിവേകം നശിക്കും. ബുദ്ധിനാശാത് പ്രണശ്യതി. മനുഷ്യൻ്റെ ആകെ കൂടിയുള്ള സമ്പാദ്യം ബുദ്ധിയാണ്. അത് പോയാൽ മനുഷ്യൻ പോയി. ചിന്തിക്കുക. സുഖയതി ധനമേവേത്യന്തരാശാപിശാച്യ ദൃഢതരമുപഗൂഢോ മൂഢലോകോ ജഡാത്മാ നിവസതി തതുപാന്തേ സന്തതം പ്രേക്ഷമാണോ വ്രജതി തദപി പശ്ചാത് പ്രാണമേതസ്യ ഹൃത്വാ. ഇപ്പം വിചാരിക്കുകയാണ്, സുഖയതി ധനം. ധനം നമ്മളെ സുഖിപ്പിക്കും. ഇങ്ങനെ ഇത് അന്തരാശാപിശാച്ചിയ, ഉള്ളിലുള്ള ആശാപിശാച്ചിയെ കൊണ്ട്. പിശാചി എന്ന് പറയാൻ കാരണം ആശ സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ആശയാകുന്ന പിശാചി അവൾ നമ്മളെ ഉള്ളിൽ നിന്ന് എന്ത് പറഞ്ഞു തരും? ധനം സുഖിപ്പിക്കും, ധനം സുഖയതി എന്ന്. എന്നിട്ടോ ദൃഢതരം ഉപഗൂഢ, എന്നിട്ട് ആലിംഗനം ചെയ്തിരിക്കും. എന്തിനെ? ധനത്തെ. മൂഢലോകോ ജഡാത്മ. മൂഢലോകം. അയാൾക്ക് എന്താ പ്രത്യേകിച്ച്? നിവസതി തതുപാന്തേ. ഈ പണത്തിൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞുകൂടുക. അത് ഇന്ന് എണ്ണി വെക്കും, നാളെ അത് തന്നെ എണ്ണി വെക്കും, ഇടയ്ക്ക് നോക്കും. ഒരു സന്തോഷം ഇല്ലേ? ഇത്രയുണ്ട്. എല്ലാ സമയം ഞാൻ ബാങ്കിലിട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. എടാ ഇന്നലെ നീ നോക്കിയില്ലേ? ഇന്നലെ നോക്കി, ഇന്നും നോക്കുക തന്നെ. ഒരു സന്തോഷം.
കാശ് കയ്യിലുള്ളതാണെങ്കിൽ ഒന്ന് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം. അതാണ് സന്തതം. ഉപാന്തേ നിവസതി, അതിൻ്റെ അടുത്ത് വസിക്കും. സന്തതം പ്രേക്ഷമാണ്, എപ്പോഴും നോക്കും. കുട്ടികളാവുമ്പോൾ പല കളിപ്പാട്ടം നോക്കണ പോലെയാ, ഇടയ്ക്കിടയ്ക്ക് നോക്കും പണം. എന്നിട്ടോ വ്രജതി തദപി പശ്ചാത്, എന്നിട്ട് അത് പോകുന്നു. എങ്ങനെയാ പോണത്? ഏതസ്യ പ്രാണം ഹൃത്വ, ഇവന്റെ പ്രാണനെ എടുത്ത് അത് പോകും. ഒരു പ്രയോജനത്തിനുമില്ല. ഒരു ചായ അതുകൊണ്ട് വാങ്ങി കുടിക്കുകയോ അതില്ല. അഥവാ ചിലവായി പോയാലോ? ഒരു കട്ടൻ ചായ ആയിക്കോട്ടെ, ഒരു പഴംപൊരിയും കൂടിയും വേണ്ട കേട്ടോ, വേണ്ട. പണം തീർന്നു പോയാലോ? അല്ലേ? പണം തീർന്നു പോയാൽ എന്ത് ചെയ്യും? ആർക്ക് വേണ്ടി അത് കൂട്ടി വെക്കണത്? നീ ചെലവാക്കടേ. ചെലവാക്കിയാലേ പണത്തിന് വില ഉള്ളൂ. ചെലവാക്കിയിട്ടില്ലെങ്കിൽ വിലല്ല. അത് തോന്നൂല. ഇവിടെ അച്ഛനമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പണം കൂട്ടി വെക്കരുത്. മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കുക. സ്വന്തം കഠിനമായി അധ്വാനിച്ച് അവർ പണം നേടണം. നിങ്ങളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പടർന്നു പന്തലിച്ച വൃക്ഷത്തിൻ്റെ അടിയിൽ ഒരിക്കലും പുതിയ വൃക്ഷം വലുതാവുകയില്ല. ആ തണലിൽ അവർ കുരുമ്പിച്ചു പോവുകയ്യ. തണൽ കൊടുക്കരുത്, ശക്തി കൊടുക്കണം. അറിവ് നേടാനുള്ള സാഹചര്യം കൊടുക്കണം. പണം സാമൂഹിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഈ സമൂഹവുമായി പങ്കുവെക്കുക. അതെ, അത് അവർക്കും ബെനിഫിറ്റ് ആവും. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ അതാണ് ചെയ്യേണ്ടത്. ശരി. ചിലർ വിചാരിക്കും മഹാദുഷ്ടൻ, ഇയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ പറയണമെന്ന് വിചാരിക്കും. എനിക്ക് കിട്ടാനല്ല പറയണത്, എനിക്ക് നിങ്ങൾ തരിക വേണ്ട, സമാജത്തിന് വേണ്ടി ചെയ്യാം. മക്കളോട് സ്നേഹമുള്ളവർ മക്കൾക്ക് വേണ്ടി അധികം പണം കൊടുക്കുക, വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ജീവിത വീക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ലോകത്തിൽ വേറൊരാളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. വെറുതെ വിചാരിക്കാൻ കഴിയുമെന്ന്. വളർത്താൻ കഴിയുമോ മക്കളെ? ഇല്ല. വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അത്രയേ കഴിയുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്യേണ്ടതാണ്. അല്ലാച്ചാ അവർ തന്നെ ക്ഷയിക്കുന്നതും നശിക്കുന്നതും കണ്ട് ദുഃഖിച്ച് മരിക്കേണ്ടി വരും. ഇത് സംശയമില്ലാത്ത വിഷയമാണ്. ശരി. അപ്പം ഇവൻ്റെ പ്രാണം എടുത്ത് ധനം പോകുന്ന പറഞ്ഞേ. ശരി, 77 ശ്ലോകത്തിൽ അവിടെ നിർത്തുക. ഇതൊക്കെ വൈരാഗ്യം ജനിപ്പിക്കാനാണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി. ഓം.